മധുരമൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ, ഇൻസ്റ്റൻറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല കാരമൽ ടേസ്റ്റൊക്കെ വരുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കാരമലാക്കിയിട്ട് എടുക്കാം. അത് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ആദ്യം ഇതൊന്നിങ്ങനെ സ്പ്രെഡ് പരത്തി കൊടുത്തിട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുന്ന സമയത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കളറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ചിൻ്റെ മോൾഡ് ആയാലും ഒന്നും കുഴപ്പമില്ല, പിന്നെ സ്റ്റീൽ പാത്രം ആയാലും ഒന്നും കുഴപ്പമില്ല. ഏതിലാണോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ കിടന്നിട്ട് തന്നെ അത് ഇതുപോലെ സെറ്റായിട്ട് വരും. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അരിക്ക് വശം കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത് അതേപോലെ അങ്ങ് എടുക്കാട്ട് ചെയ്തിട്ടുള്ളത്. അത് അതിലേക്ക് അങ്ങ് പിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര 3 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കാരമലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓവർ മധുരം വേണ്ട. 3 ടീസ്പൂണിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്ട്രെയിനറിലൂടെ ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രെയിനറിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മോൾഡിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. മെല്ലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ല മുകളിൽ നിന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ കാരമൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ താഴെ നിന്ന് മെല്ലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഒരു മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയമായാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് ആട്ടോ എനിക്ക് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചൂടോടുകൂടെ ഡീമോൾഡ് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ കുറച്ചൊക്കെ പരന്നിട്ടുള്ള ഒരു മോൾഡ് ആയതുകൊണ്ടാണ് കേട്ടോ വല്ലാണ്ട് തിക്നെസ് ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ മോൾഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലാറ് ഒന്നും കൂടെ നല്ല തിക്നെസ്സിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റ് വേണ്ട. അപ്പോൾ ഇതുവരെ ഈ ഒരു ബ്രെഡ് പുഡിങ് നിങ്ങൾ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.